ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് പ്രഭുല. ഞാൻ ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റാണ്. നമ്മൾ ഓൾമെഡ് ഫാർമസി ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നു. ഫസ്റ്റ് ഓഫ് ഞാൻ എല്ലാവരോടും വളരെ താങ്ക്സ് പറയുന്നു. കാരണം ഇതുപോലെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇപ്പോൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ എനിക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ടൊരു സാധിച്ചല്ലോ. അതാണ് ഫസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു ബിഗ് താങ്ക്സ് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് നമുക്ക് ഹൗ ടു സ്റ്റേ ഹെൽത്തി, അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള ന്യൂട്രീഷണലി നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, അങ്ങനെയുള്ള ഭക്ഷണങ്ങളിലൂടെ നമുക്ക് എങ്ങനെ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ് ഈ ഒരു ടൈമിൽ നമ്മൾ ആഹാരത്തിൽ എന്തൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതിനുള്ള ടിപ്സുകളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിൽ നമുക്കറിയാം, നമ്മളുടെ എല്ലാവർക്കും നമുക്കറിയാവുന്നൊരു കാര്യമാണ് വെൽ ബാലൻസ്ഡ് ഡയറ്റ്, അല്ലേ? വെൽ ബാലൻസ്ഡ് ഡയറ്റ് ഫസ്റ്റ് ഓഫ് നമ്മൾ ഒരു കുട്ടി ജനിക്കുമ്പം തൊട്ട് നമ്മൾ നമ്മുടെ ആഹാരത്തിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം അമ്മയായിരിക്കുമ്പോൾ തൊട്ട് തന്നെ, കുഞ്ഞിനെ വളർത്തുന്ന ടൈം തൊട്ട് തന്നെ നമ്മൾ ഹെൽത്തി ഫുഡിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്താണ് നമ്മൾ ഒരു കുഞ്ഞിനെ തന്നെ നമ്മൾ താലോലിച്ച് വളർത്തി അവർക്ക് വേണ്ടുന്ന ന്യൂട്രീഷൻ എല്ലാം കൊടുത്ത് നമ്മൾ നല്ല പൊന്നോമന പോലെ വളർത്തും. ഫസ്റ്റ് ഇമ്പോർട്ടൻസ് നമ്മളെപ്പോഴും ഹെൽത്തി ഫുഡ്. അല്ല, ഒരു അമ്മയായിരിക്കുമ്പോൾ നമ്മൾ ആദ്യം കുഞ്ഞിന് ഏതൊക്കെ ന്യൂട്രീഷൻ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കോംപ്ലാൻ കൊടുക്കണോ ബൂസ്റ്റ് കൊടുക്കണോ, അങ്ങനെയുള്ള കൺഫ്യൂഷനിലൂടെയാണ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഫുഡിൽ അത്ര ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ കുഞ്ഞിന് കൊടുക്കുക. അതേ കെയറിങ് തന്നെയാണ് നമ്മൾ ഈ ഒരു ടൈമിലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘട്ടമാണ് നമ്മുടെ ഈ ജെറിയാട്രിക് ടൈമിൽ നമ്മൾ കൊടുക്കേണ്ടത്. കാരണം കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ഫുഡ്, വീനിങ് ഫുഡിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 6 months കഴിയുമ്പോൾ നമ്മുടെ ന്യൂട്രീഷണലി നമുക്ക് എല്ലാം അയൺ റിച്ച് ഫുഡ്സ് വേണം, അല്ലേ? പോറിജ് ടൈപ്പിലായിരിക്കും, നമ്മൾ കുറുക്കു രൂപത്തിലാണ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലേ? എന്തുകൊണ്ടാണ്? പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യണം, ഈസിലി ഡൈജസ്റ്റബിൾ ആയിരിക്കണം, അല്ലേ? അപ്പം അങ്ങനെയുള്ളൊരു ടൈപ്പ് ഓഫ് ഫുഡ് തന്നെയാണ് നമുക്ക് ആക്ച്വലി ഹെൽത്തി ആയിരിക്കണം, വെൽ ബാലൻസ്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ന്യൂട്രീഷണലി അയൺ റിച്ച്, കാൽഷ്യം റിച്ച് ഫുഡ്സൊക്കെ നമ്മൾ ഈ ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. അത് തന്നെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് നമ്മുടെ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫുഡ്, നമ്മൾ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അത്രയും നമ്മൾ ഇമ്പോർട്ടൻസ് ഈ ഒരു ടൈമിലും നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിൽ നമ്മളുടെ ഒരു ആഹാരത്തിൻ്റെ ഇപ്പം ഡോക്ടർ സംസാരിച്ച പോലെ തന്നെ ഡോക്ടർ നമുക്ക് വളരെ നല്ല ഇമ്പോർട്ടൻസ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഹെൽത്തി ആയിരിക്കേണ്ടത്, എന്തൊക്കെ നമ്മൾ ഹെൽത്ത് ചെക്കപ്സുകൾ നമ്മൾ റെഗുലറായിട്ട് ചെയ്യേണ്ടതുണ്ട്, എക്സസൈസ്, നമ്മുടെ ഉറക്കത്തിൻ്റെ കാര്യങ്ങൾ, നമ്മളെങ്ങനെ ആക്റ്റീവ് ആയിരിക്കാം, സോഷ്യലി നമ്മളെങ്ങനെ വെൽബീങ് ആയിരിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡോക്ടർ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഇപ്പോൾ ഉണ്ട്, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫുഡിലും കൂടെ നമുക്ക് എങ്ങനെയൊക്കെ കുറച്ചും കൂടെ നമ്മൾ കാര്യമായ രീതിയിൽ നമ്മൾ എന്തെല്ലാം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്താലായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുക. അപ്പം അതിൽ നമ്മൾ നോർമലി സാർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മോർണിംഗ് നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ചുകൂടി ഹാപ്പിയായി നമ്മൾ എന്തൊക്കെ ആക്റ്റീവായിട്ട് ഈ ടൈമിൽ ചെയ്യണം, അത്ര പോസിറ്റീവ് മൈൻഡിലൂടെ നമ്മൾ പോയെങ്കിൽ മാത്രമേ നമുക്ക് ആക്റ്റീവായിട്ടിരിക്കാനും പറ്റുള്ളൂ. അതായത് ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുള്ളൂ എന്ന് ഡോക്ടർ ഇപ്പം നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പം ആ ഒരു കൺസെപ്റ്റിൽ വേയിലൂടെ തന്നെ നമ്മൾ പോയെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ പോസിബിൾ ആവുകയുള്ളൂ. അല്ലാതെ ഫുഡ് മാത്രം നമ്മൾ ഹെൽത്തി ആയിട്ട് ഫുഡ് മാത്രം കഴിച്ചത് കൊണ്ട് ഇതൊന്നും പോസിബിൾ അല്ല, അല്ലേ? ന്യൂട്രീഷണലി ഫുഡെല്ലാം ഞാൻ പ്രോപ്പർ കഴിക്കുന്നുണ്ട്, മൈൻഡ് ഓക്കെ അല്ല, ഉറക്കം പ്രോപ്പർ അല്ല, അല്ലേ? എക്സസൈസ് പ്രോപ്പർ അല്ല, ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒൺലി ഫുഡ് മാത്രമല്ല, അല്ലേ? ഇതെല്ലാം നമ്മുടെ കോറിലേറ്റഡ് ആണ്. നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലിൽ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതുപോലെ ന്യൂട്രീഷണലി നമുക്ക് ഇപ്പം WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു, നമ്മുടെ അസുഖമില്ലാത്തൊരവസ്ഥ മാത്രമല്ല ഹെൽത്ത് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് ഹെൽത്ത് എന്ന് WHO പറയുന്നു, അല്ലേ? അപ്പം നമ്മുടെ ഒരു അസുഖമില്ലാത്ത സ്റ്റേറ്റ് മാത്രം അല്ലെങ്കിൽ നമ്മളെങ്ങനെയായിരിക്കണം, നമ്മളെ വെൽനെസ്, നമ്മുടെ ഹെൽത്തിന് ഇത്രയും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അതായത് നല്ലൊരു ആരോഗ്യമുള്ള മനസ്സ്, അതാദ്യം നമ്മളേക്ക് വരിക, അല്ലേ? അതിനെന്തൊക്കെ ചെയ്യണമെന്ന് ഡോക്ടർ നമ്മളോട് ഷെയർ ചെയ്തു. അപ്പം നമുക്ക് നെക്സ്റ്റിലേക്ക് പോകുന്ന വെച്ചാൽ ഫുഡിൽ നമ്മുടെ ആരോഗ്യകരമായ ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റ്. ബാലൻസ്ഡ് ഡയറ്റിൽ
എപ്പോഴും നമുക്കറിയാം, നമ്മൾ ചെറുപ്പം ടൈം തൊട്ട് നമ്മൾ സ്കൂൾ ടൈം തൊട്ട് നമ്മൾ പഠിച്ചൊരു കാര്യമാണ് എങ്ങനെയാണ് വെൽ ബാലൻസ്ഡ് ഡയറ്റിൽ പ്രോട്ടീൻസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് അല്ലെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഇങ്ങനെയുള്ളൊരു ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ് നമുക്ക് പെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എന്തായിരിക്കും? ഒരു ബാലൻസ്ഡ് ഫുഡ്, പാല് കഴിക്കുക, മുട്ട കഴിക്കുക അല്ലേ, അപ്പം ഇങ്ങനെയുള്ളൊരു ആഹാര ക്രമീകരണമാണ്. അപ്പം ഈ ഒരു ഏജിൽ നമുക്കതെങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ WHO പറയുന്ന ഒരു കാണാൻ പറ്റുമെന്ന് ഒരു ഫുഡ് പ്ലേറ്റ് ആണ്. ഇതിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റുന്നതാണ്. ഇതൊരു ഫുഡ് പ്ലേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ഇതൊരു ഫുഡ് പ്ലേറ്റ് ആണ്. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇതൊരു ഫുഡ് പ്ലേറ്റ് ആണ്, WHO റെക്കമെൻഡ് ചെയ്യുന്ന ഫുഡ് പ്ലേറ്റ് ആണ്. അതിൽ നമ്മുടെ ഒരു നല്ല എന്താ പറയുക, ഒരു കളർഫുൾ ആയിട്ടുള്ള ഹാഫ് ഓഫ് ദ പോർഷൻ, ഒരു പ്ലേറ്റിൻ്റെ ഹാഫ് ഓഫ് ദ പോർഷൻ ഷുഡ് ബി ഫ്രം ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. അപ്പം നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഒരു പ്ലേറ്റ് എടുത്ത് അതിൻ്റെ പകുതി ഭാഗവും നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ്. അതുപോലെ തന്നെ കാൽഭാഗം മാത്രമായിരിക്കും നമ്മൾ റൈസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ബാക്കി കാൽഭാഗം മാത്രമായിരിക്കണം നമ്മൾ ദാൽ, പൾസസ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഈ ടൈപ്പ് ഓഫ് ഫുഡ്, ഇങ്ങനെയുള്ളൊരു ഫുഡ് പ്ലേറ്റ് ആയിരിക്കണം നമ്മുടെ ഡെയിലി ഉള്ള മെനു, നമ്മുടെ ഫുഡ് പ്ലേറ്റ് അങ്ങനെ ആയിരിക്കണം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പേര് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മുടെ ആഹാരത്തിൻ്റെ ഭാഗമാക്കുക. 5 സെർവിങ്സ് ഓഫ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പം 5 സെർവിങ്സ് എന്ന് പറയുമ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മുടെ പണ്ടത്തെ കേരള സ്റ്റൈൽ അനുസരിച്ചുള്ള ആഹാര ക്രമീകരണം അല്ല ഇന്ന് അല്ലേ, എല്ലാം ഈസി വേ ആണ്. ഇപ്പം നമ്മൾ ഈ ടൈമിൽ നമ്മുടെ വീട്ടിലുള്ള സമയത്ത് നമുക്ക് ഈ ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുവാണെങ്കിൽ ഒരുപാട് ഡിസീസസ്, അതായത് ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന അസുഖങ്ങളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഹെൽത്തി, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഒരുപാട് കൊഴുപ്പടങ്ങിയ ഭക്ഷണം നമുക്ക് കൺട്രോൾ ചെയ്യണം. അപ്പോൾ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കൺട്രോൾ ചെയ്യണമെന്ന് വെറുതെ നമ്മൾ പറഞ്ഞാൽ മതിയോ? അപ്പോൾ ആഹാരത്തിൽ എപ്പോഴും അത് എങ്ങനെ ആകണമെന്നുള്ളൊരു മാതൃക നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി വേയിൽ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ടേസ്റ്റി ആയിരിക്കണം. ആർക്കും എപ്പോഴും നമുക്ക് എന്താ പറയുക, ഹെൽത്തി ഫുഡ്സ് അല്ലെങ്കിൽ വെൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഈ ഭയങ്കര ടേസ്റ്റി ആയിട്ടായിരിക്കണമെന്നില്ല. അപ്പം നമ്മൾ എങ്ങനെ ടേസ്റ്റി ആയി നമുക്കതിനേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. നമുക്ക് നമ്മുടെ ആവശ്യം നമ്മുടെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഈ പറഞ്ഞ ഹെൽത്തി ആയിട്ട് ഓയിലി ഫുഡ്സും അങ്ങനെയുള്ള ബേക്കറി ഐറ്റംസ്, ചിപ്സും അങ്ങനെയുള്ള അതെല്ലാം നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ ഹാർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനെയുള്ള ആ ടോക്സിലേക്ക് നമ്മൾ വരിക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം സ്റ്റീംഡ് ഫുഡ്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും സ്റ്റീം ഫുഡ്സിൽ വരുന്നതാണല്ലോ നമ്മുടെ പുട്ട് അങ്ങനെയുള്ളതൊക്കെ. അതിൽ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആണ്. നമുക്കറിയാം പണ്ടത്തെ നമ്മുടെ ഒരു കേരള ടൈപ്പ് അനുസരിച്ച് നോക്കിയാൽ വെൽ ബാലൻസ്ഡ് ആണ്. ഈ പറഞ്ഞ പുട്ട്, കടല അങ്ങനെയുള്ളത് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് നമുക്ക് പുട്ടും കടല എന്ന് പറയുന്ന സമയത്ത് നമുക്കത് എണ്ണ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ പൾസസ് പ്രോട്ടീൻസ് ആണ്, ഫൈബർ കൂടുതൽ കിട്ടും നമുക്ക് ആഹാരത്തിൽ. അതുപോലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഓട്സ് ഇൻക്ലൂഡ് ചെയ്യാം, കുറച്ച് ഈസിലി ഡൈജസ്റ്റബിൾ ആയിരിക്കും അല്ലെ, ഫൈബർ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ട ആഹാരം എന്ന് പറയുന്നത് പ്രോട്ടീൻസ് വേണം. ദാൽ, പൾസസ് ആണ് പ്രോട്ടീൻസ്. അതുപോലെ തന്നെ നമ്മൾ ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക. കാൽഷ്യം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് ഓർമ്മ വരുന്നത് പാല് അല്ലേ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സുകൾ, കേർഡ്, പാലിന് പകരമായിട്ട് നമുക്ക് കേർഡായിരിക്കും കുറച്ചും കൂടെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ഈസി ആയിട്ടുള്ളത്. അപ്പം യോഗട്ട് ആവാം, അല്ലെങ്കിൽ കേർഡിൽ നിന്ന് നമ്മൾക്ക് സ്കിംഡ് മിൽക്കിൽ നിന്നുള്ള കേർഡ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. യോഗട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഡൈജസ്റ്റീവ് ബാക്ടീരിയസ് ഒക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ യോഗട്ട് നമ്മൾ ഡെയിലി ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ കാൽഷ്യം നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നുള്ള ബാക്ടീരിയ ബോഡിയിൽ തന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. പ്രൊബയോട്ടിക്സ് ആണല്ലോ ഹെൽത്തി ആയിട്ടുള്ള ഈ പറഞ്ഞ കാൽഷ്യം നമുക്ക് കിട്ടുന്നുണ്ട് യോഗട്ടിലൂടെ നമുക്ക്
ഹെൽത്തി ആയിട്ടുള്ള പ്രൊബയോട്ടിക്സ് നമ്മുടെ ബോഡിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് നാച്ചുറലി സാധിക്കുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആഹാരത്തിൽ ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വീട്ടിലെ പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇലക്കറികളൊക്കെ ധാരാളം വീട്ടിൽ തന്നെ നമുക്ക് നട്ടു വളർത്തിയിട്ട് ഈ പറഞ്ഞ ലീഫി വെജിറ്റബിൾസും ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുന്ന ഒരു ന്യൂട്രീഷൻ്റെ ഒരു കലവറയെന്ന് പറയാം. കാരണം അയൺ റിച്ച് ആണ്, കാൽഷ്യം റിച്ച് ആണ്, ഫൈബർ റിച്ച് ആണ്, ദെൻ കളേർഡ് വെജിറ്റബിൾസിലെല്ലാം പിഗ്മെൻറ്റഡ് ആണ് അല്ലേ. അതിൽ ആൻറ്റി ഓക്സിഡൻസ് ഹൈ ആയിരിക്കും. ആൻറ്റി ഓക്സിഡൻസ് ഹൈ ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ധാരാളം. നമുക്ക് ബോഡിയിൽ ഈ സിട്രസ് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ കളേർഡ് വെജിറ്റബിൾസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം ഈ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻസ് മറ്റുള്ള അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മുടെ ബോഡി സജ്ജമാവുകയാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം നമുക്ക് ഈ പറഞ്ഞ കളേർഡ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യുന്ന വഴി നമുക്ക് ഒരുപാട് ഇപ്പോൾ ഫൈബറും അയൺ റിച്ച് ഓക്കെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആഹാരത്തിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ. നമ്മൾ പ്രധാനമായിട്ടും ധാരാളം വെള്ളം കുടിക്കുക ഈ ടൈമിൽ അല്ലേ. കുറച്ചുകൂടെ ഞാൻ പറഞ്ഞു ഈസിലി ഡൈജസ്റ്റബിൾ ആയിരിക്കണം ആഹാരങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പോറിഡ്ജ് പോലെയുള്ള ടൈമിൽ ഒരു സ്മോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. സ്മോൾ ഫ്രീക്വൻ്റ് എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എണീറ്റ് വരുന്ന ടൈമിൽ നമുക്ക് ചെറിയ ചൂടുവെള്ളം കുടിക്കാം അല്ലേ, അല്ലെങ്കിൽ ലൈം വിത്ത് ലൈമായിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം. ദെൻ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇൻ ബിറ്റ്വീൻസ് എന്തെങ്കിലും ലെമൺ ജ്യൂസ് ആവാം, എനി കൈൻഡ് ഓഫ് പോറിഡ്ജ് രൂപത്തിലുള്ളത് ജ്യൂസ് അങ്ങനെയുള്ളത് ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ ലഞ്ചും ലഘുവായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഫുഡ് പ്ലേറ്റ് അനുസരിച്ചിട്ട് കൂടുതലും വെജിറ്റബിൾസും അങ്ങനെ ഉള്ള ആഹാരമായിരിക്കണം. റൈസിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, കൂടുതലും ഫ്രൈഡ് ഐറ്റംസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ ഈവൻ ടൈമാണെങ്കിൽ ഈവനിങ് എന്തെങ്കിലും ടീ കോഫി കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അതിന് പകരം നമുക്ക് എന്തെങ്കിലും ഒരു പാല് അങ്ങനെ എന്തെങ്കിലും എടുക്കാം. അധികം ഷുഗേഴ്സ് ഒന്നും ആഡ് ചെയ്യാതെ തന്നെ ആരോറൂട്ട് ബിസ്ക്കറ്റ്സ് അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൈഡ് അല്ലാത്ത അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആവാം. എന്തായാലും ഈവനിങ് ടൈമിൽ അങ്ങനെയുള്ള ആഹാരം മതി. നൈറ്റിൽ കൂടുതൽ നമ്മൾക്ക് കഴിക്കേണ്ടത് ഈ പോറിഡ്ജ് രൂപത്തിലായിരിക്കും. അങ്ങനെയുള്ള ഓട്സ് അങ്ങനെ എടുക്കുക. ഒരുപാട് ലേറ്റ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ വേണ്ട അല്ലേ. ഒരുപാട് ലേറ്റായ ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നത് നമുക്ക് ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് അല്ലേ. ബോഡി വെയിറ്റ് കൂടാനും ഒക്കെ ചാൻസസ് ആണ്. ഡൈജഷൻ പ്രോപ്പർ വേയിൽ നടക്കത്തില്ല, ഉറക്കം പ്രോപ്പർ വേയിൽ നടക്കത്തില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് മാക്സിമം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ആഹാരത്തിൽ അയൺ റിച്ചും കാൽഷ്യം റിച്ച് ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യും. നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് പ്രോപ്പർ വേയിൽ ഇപ്പം ലീഫി വെജിറ്റബിൾസ് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, സപ്ലിമെൻറ്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം ആഹാരത്തിൽ നിർബന്ധം. കാരണം ആഫ്റ്റർ മെനോപോസ് നമുക്ക് കാൽഷ്യത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ബോഡിയിൽ ഓസ്റ്റിയോപൊറോസിസിനൊക്കെ ചാൻസസ് കൂടുതലാണ്. അപ്പം ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ 40 ഏജ് ആയി കഴിയുമ്പം തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാൽഷ്യം റിച്ച് ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ അതിന് നമുക്ക് സാധിക്കാത്ത കണ്ടീഷൻ, ഇത് പാല് പ്രോപ്പർ വേയിൽ കഴിക്കുന്നില്ല, യോഗട്ട്, തൈര്, ഇതൊക്കെയാണ് കാൽഷ്യം അടങ്ങിയ ആഹാരങ്ങൾ അല്ലേ. അപ്പോൾ ഇത് നമ്മൾ എള്ളുണ്ട അങ്ങനെയുള്ള സാധനങ്ങൾ സ്നാക്സ് ആയിട്ട് ഹെൽത്തിയാണ്. അപ്പോൾ ഹെൽത്തി വേയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. പക്ഷേ നമുക്കത് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ കമ്പൽസറി ആയിട്ട് നമ്മൾ കാൽഷ്യം ടാബ്ലറ്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. കാരണം കാൽഷ്യം നമുക്ക് എത്രയാണെങ്കിലും നമുക്ക് 1500 mg ഓഫ് വേണ്ടതാണ് കാൽഷ്യം ആഹാരത്തിൽ. പക്ഷെ നമ്മളത് എന്തായാലും നമുക്ക് ഈ പറഞ്ഞ ഇലക്കറികളിലൊക്കെ കിട്ടുകയുള്ളൂ അല്ലേ. അപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി കാൽഷ്യം ടാബ്ലറ്റ്സ് അമ്മമാർ കഴിച്ചിരിക്കണം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് മേജറായിട്ട്. അതേപോലെ തന്നെ ഹാർട്ടിൻ്റെ ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ. ഫിഷ് മീൻ കറി വെച്ച് തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ. ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട് ഫിഷ് നമ്മൾ വറുത്തല്ല കറി വെച്ച് തന്നെ ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയല്ല നമുക്ക് ന്യൂട്രീഷൻ്റെ ഒരു വെൽ ആയിട്ട് ഒരുപാട് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുണ്ട്. പക്ഷേ ടൈമിൻ്റെ പരിമിതി കൊണ്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്തെങ്കിലും നമുക്ക് പിന്നെ അതുപോലെ തന്നെ എൻ്റെ സേവനം നിങ്ങൾക്ക് നമ്മൾ ഓൾമെഡ് ഫാർമസിയിൽ ഞാൻ അവൈലബിൾ ആണ് ഓൾ ടൈംസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓൾമെഡ് ഫാർമസി ഡയറക്റ്റ് അതിനുള്ള സൗകര്യം നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾമെഡ് ഫാർമസിയുടെ വേറെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. നമുക്ക് 24 hours ഫാർമസിയാണ്. ഒരു നമ്മൾ നോർമലി എങ്ങനെയായിരിക്കും ഇതൊരു കുറച്ചും കൂടെ നമുക്ക് വെൽ അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് എല്ലാം അവൈലബിൾ എന്നുള്ള രീതിയിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തും നമുക്ക് ഓൾമെഡിൽ അവൈലബിൾ ആണ്. ഫ്രീ ഡെലിവറി ഉണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഓൾമെഡിൽ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഹെൽത്ത് സപ്ലിമെൻറ്റ്സുകൾ, ദെൻ അതുപോലെ സർജിക്കൽസ്, അതെല്ലാം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.